നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വരും. ചിലർ കർത്താവിൽ നിന്നും വചനം കേൾക്കുവാൻ വരും. ചിലർ കർത്താവിൽ നിന്നൊരു രോഗസൗഖ്യം പ്രാപിക്കാനും അവരുടെ സങ്കടങ്ങളൊന്ന് പകരാൻ, ചിലർ മറ്റെന്തെങ്കിലും ആവശ്യമൊന്ന് പറയാൻ വരാറുണ്ടായിരുന്നു. പക്ഷേ മറ്റു ചിലർ വന്നിരുന്നത് യേശുവിൽ എന്തെങ്കിലും കുറ്റവും കുറവും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുവാനും വേണ്ടി അങ്ങനെയും വന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം എടുക്കാം. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അനന്തരം യെരുശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്നു. നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മളിവിടെ കാണുകയാണ് യേശുവിനെ കാണാൻ വന്ന 2 കൂട്ടം ആൾക്കാർ. നിങ്ങളവിടെ വായിച്ചു. ആരൊക്കെയാണ് വന്നത്? പരീശന്മാരും ശാസ്ത്രിമാരും. അവർ വന്നിരിക്കുന്നത് യെരുശലേമിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, യേശു കർത്താവ് ഈ സംഭവം നടക്കുമ്പോൾ എവിടെയായിരുന്നു എന്ന് നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 14-15 അധ്യായങ്ങളും അല്ലെങ്കിൽ ഇതേ സംഭവം വിവരിക്കുന്ന മർക്കോസിൻ്റെ 6-7 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യേശു ആ സമയത്ത് ഗലീല പ്രദേശത്താണ്. ഗലീലയിലെ കബർന്നവും ഗന്നസറത്ത് ആ ഭാഗത്തുണ്ട് യേശു. സാധാരണക്കാരായ ജനങ്ങളോട് ദൈവവചനം സംസാരിക്കുകയും ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വരികയും യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യേശു അവരെ ഉപദേശിക്കുന്നു. അങ്ങനെ യേശു എന്ന റബ്ബിയുടെ ശ്രുതി എല്ലാ ദേശങ്ങളിലും, അതായത് ദൂരസ്ഥലമായിട്ടുള്ള യെരുശലേം വരെ എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഗലീല യഹൂദയിലാണല്ലോ യെരുശലേം ഉള്ളത്. അവിടെ വരെ എത്തി. ഇങ്ങനെ ഒരു പുതിയ റബ്ബി ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് സാധാരണക്കാരുടെ ഇടയിൽ എന്ന് അറിഞ്ഞിട്ട് ഇവിടെ നമ്മൾ വായിച്ചതുപോലെ യെരുശലേമിൽ നിന്ന് വന്ന പരീശന്മാരും ശാസ്ത്രിമാരുമായിരുന്നു. അവർ സാധാരണ യേശുവിന് ചുറ്റും നിൽക്കുന്ന ആ പരീശന്മാരല്ല. യെരുശലേമിൽ ഒരു ഒഫീഷ്യൽ കാര്യത്തിന് വന്നിരിക്കുന്നതാണ്. യെരുശലേം നമ്മൾ മനസ്സിലാക്കുക, അവിടെ യെരുശലേം ദേവാലയമുണ്ട്. യഹൂദന്മാരുടെ റിലീജിയസ് ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെയാണ്. യെരുശലേമിലാണ് ദേവാലയമുള്ളത്. ഓക്കെ, അവിടെ മഹാപുരോഹിതനുണ്ട്, ദേവാലയമുണ്ട്, പരീശന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്. അവിടെ നിന്നും ഒരു ഡെലിഗേഷൻ വന്നേക്കുന്നതാണ്. എന്തിനാണ്? ഈ പുതിയ റബ്ബി ആളുകളെ പഠിപ്പിക്കുന്നതിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് അത് കുറ്റം കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട്, എന്താണ് ഈ റബ്ബി ചെയ്യുന്നത് തെറ്റെന്ന് കണ്ടുപിടിക്കാൻ അതിനു വേണ്ടിയിട്ട് വന്ന പരീശന്മാരും ശാസ്ത്രിമാരുമാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കറിയാവുന്നതുപോലെ യെരുശലേമിൽ ഇതുപോലെ അവസാനം ഒരു സമയത്ത് അവർക്കുണ്ടായ വിദ്വേഷമാണ് യേശുവിൻ്റെ ക്രൂശീകരണത്തിലോട്ട് നയിച്ചതെന്ന് നമുക്കറിയാമല്ലോ. യെരുശലേം ദേവാലയത്തിലെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും യേശു ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ റിലീജിയസ് ആയിട്ടുള്ള അവരുടെ ആ ഒരു പവർ ഉണ്ടല്ലോ, അത് ഇളകുന്നത് പോലെ തോന്നിയപ്പോൾ ഉണ്ടായ ദേഷ്യമാണ് യേശുവിൻ്റെ ക്രൂശീകരണത്തിലോട്ട് നയിച്ചത്. അപ്പോൾ യേശുവിനെ ഇവിടെ കാണാൻ വന്നിരിക്കുകയാണ് യെരുശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും. ഓക്കെ, പരീശന്മാരെന്ന് പറയുമ്പോൾ പെരുഷിം എന്ന വാക്കിൽ നിന്നാണ് ഈ പരീശൻ വരുന്നത്. ഈ പരീശന്മാരാരായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ പെരുഷിം എന്ന വാക്കിൻ്റെ അർത്ഥം സെപ്പറേറ്റഡ് വൺസ്, വേർപെട്ടവർ, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി വേർതിരിച്ച് അവരെ തന്നെ സൂക്ഷിക്കുന്നവർ. ഓക്കെ, അതാണ് പരീശന്മാരെന്ന് പറയുന്നത്. ഇവർ ഈ ഒരു ജൂയിഷ് സെക്ട് ഡെവലപ്പ് ചെയ്ത് വന്നത് ഇൻ്റർ ടെസ്റ്റമെൻ്റൽ പീരീഡിലാണ്. അതായത് പഴയ നിയമ അവസാന പുസ്തകമായ മലാഖിയും നമ്മളുടെ പുതിയ നിയമ ആ സമയത്തിനിടയിലുള്ള കാലഘട്ടത്തിലാണ് ഇവരുണ്ടായി വരുന്നത്. ഇവരെന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയ ഒരു സമൂഹമാണ്. കാരണം ബാബിലോൺ പ്രവാസത്തിൽ യഹൂദന്മാർ പോകാൻ കാരണം അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ അവരനുസരിക്കുന്നില്ല എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നോ അത് ഏറ്റവും നന്നായി അനുസരിക്കണം, അതിനു വേണ്ടിയിട്ട് അവരെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് ന്യായപ്രമാണം പഠിക്കാൻ, അത് ആചരിക്കാൻ, ഏറ്റവും നന്നായി ആചരിക്കാനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ഈ ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് അവർ പെരുഷിം എന്ന പേര് വിളിച്ചത്, സെപ്പറേറ്റഡ് വൺസ്. ഞങ്ങൾ വേർപെട്ടവരാണ്, ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ളവരാണെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ സാധാരണ യഹൂദന്മാരുടെ ഇടയിൽ
മതപരമായിട്ട് ഒരു ഉന്നത സ്ഥാനത്ത് നിന്നവരാണ് ഈ പരീശന്മാരെന്ന് പറയുന്നത്. അവർക്ക് ദൈവവചനം അനുസരിക്കണം, ന്യായപ്രമാണം അഥവാ അവരുടെ മോശ കൊടുത്ത കൽപ്പനകൾ, തോറ പുസ്തകത്തിലുള്ളതെല്ലാം ഞങ്ങൾക്ക് അനുസരിക്കണമെന്ന് ഇവർ തീരുമാനിച്ചു. അതുപോലെ തന്നെ വന്നൊരു ഗ്രൂപ്പാണ് ആര് നമ്മളിവിടെ വായിച്ചു, ശാസ്ത്രിമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടെ അക്കാഡമിക് ലെവലിൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ഓഫ് ദ ലോ എന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത്. അതായത് ചുരുളുകളില്ലേ, പഴയ നിയമ പുസ്തകങ്ങൾ, അന്ന് പുസ്തകങ്ങളല്ലല്ലോ, ചുരുളുകളാണ്. അത് കോപ്പി ചെയ്യുന്നവർ, അത് നന്നായി പഠിക്കുന്നവർ, അതുപോലെ എല്ലാവർക്കും ആ വചനം എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ പഠിപ്പിക്കാൻ അന്ന് സാധിച്ചിരുന്നില്ല. അത് പഠിപ്പിക്കുകയും ഇൻ്റർപ്രറ്റ് ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് ശാസ്ത്രിമാരെന്ന് പറയുന്നത്. സോ പരീശന്മാരും ശാസ്ത്രിമാരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ യേശുവിനെ ഒബ്സേർവ് ചെയ്യാൻ വരുന്നെന്ന് പറഞ്ഞാൽ യഹൂദ റബ്ബി, അവരുടെ ഇടയിലുള്ള റബ്ബിയായ യേശു പഠിപ്പിക്കുന്നതിലെ തെറ്റുകൾ അല്ലെങ്കിൽ യേശുവിൽ എന്തെങ്കിലും ഒരു കുറവ് കണ്ടുപിടിച്ച് കുറ്റം ചാർത്തി ആ യേശുവിൻ്റെ പോപ്പുലാരിറ്റിയിൽ അസ്വസ്ഥരായിട്ട് വന്നിരിക്കുന്നവരാണ് ഈ പരീശന്മാരും ശാസ്ത്രിമാരും എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ഇവർ വന്നിട്ട് യേശുവിനോട് പറയുന്ന കുറ്റം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ. 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിക്കാത്തത് എന്ത്, അല്ലെങ്കിൽ ലംഘിക്കുന്നത് എന്ത്, അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കറിയാം നമ്മളെല്ലാം സാധാരണ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കാറുണ്ട് എന്ത് ചെയ്യണം, കൈ കഴുകണമെന്ന്. നമുക്കറിയാം അതിൽ അണുക്കളുണ്ടാകാം, അതൊന്ന് ക്ലീൻ ആകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൈ കഴുകുന്നവരാണ്. പക്ഷെ ഇവിടെ പറയുന്നു നിന്റെ ശിഷ്യന്മാർ കൈ കഴുകുന്നില്ല. ഓക്കെ, ഇനി ഞാൻ അത് ഒന്നും കൂടെ ഒന്ന് വ്യക്തമാക്കി പറയട്ടെ. ഈ ഭാഗത്ത് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈ വൃത്തിയാക്കാനായിട്ട് കഴുകുന്ന കൈ കഴുകലിനെ കുറിച്ചേ അല്ല ഇവിടെ പറയുന്നത്, ഒന്നാമത്തെ കാര്യം. ഓക്കെ, അതിൻ്റെ റീസൺ ഈ ഭാഗം അവസാനിപ്പിക്കുമ്പം യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. മത്തായി 15:20 പറയുന്നു, കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല എന്ന യേശുവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് യേശു അവിടെ പറയുന്നത് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കയ്യിലുണ്ടാകുന്ന വൃത്തികേടിനെ കുറിച്ചല്ല പറയുന്നത്. പക്ഷേ ഇവിടെ ഇവർ കൈ കഴുകാത്തതെന്ന് പറയുന്നത് ഒരു മതപരമായിട്ടുള്ള അവരുടെ ആചാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പ്രത്യേക രീതിയിൽ കൈ കഴുകുന്നതിനെ കുറിച്ചാണ്, അതായത് ഒരു സ്പിരിച്വൽ റിലേറ്റഡ് അവരുടെ ഒരു ആത്മീക കാര്യത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്, ഒരു റിച്വൽ ആയിട്ടുള്ള കൈ കഴുകൽ. ഓക്കെ, നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു വാക്ക് നിങ്ങൾ കണ്ടു കാണും, നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ട്രഡീഷൻ ഓഫ് ദി എൽഡേഴ്സ് എന്ന് കാണാം. ട്രഡീഷൻ ഓഫ് ദി എൽഡേഴ്സ്, പൂർവന്മാരുടെ സമ്പ്രദായം. ഓക്കെ, അതിനെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാമേ. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, മോശ കൊടുത്ത ന്യായപ്രമാണം അത് യഹൂദന്മാർക്ക് ഏറ്റവും വിലപ്പെട്ടതായിരുന്നു. അതെവിടെയാണെന്നറിയാം നമുക്ക് കാണാൻ സാധിക്കുന്നത്, വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളായ തോറയിലാണ് ലോ ഓഫ് മോസസ്, മോശയുടെ ന്യായപ്രമാണം നമ്മൾ കാണുന്നത്. അത് ദൈവം മോശയിൽ കൂടെ ഇസ്രായേൽ ജനത്തിന് നൽകിയ ന്യായപ്രമാണമായിരുന്നു. അതിനെ കേന്ദ്രീകരിച്ചായിരുന്നു യഹൂദന്മാരുടെ ജീവിതവും അവരുടെ മതവും ആചാരങ്ങളും എല്ലാം വരുന്നത്. പക്ഷേ ഇത് റിട്ടൺ ലോ ആയിരുന്നു, എഴുതപ്പെട്ട് അവർക്ക് നൽകിയ ന്യായപ്രമാണമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർക്ക് ബാബിലോൺ പ്രവാസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഞങ്ങൾ ആ ന്യായപ്രമാണം കറക്റ്റായിട്ട് അനുസരിക്കാത്തത് കൊണ്ടാണ് ഈ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ അവരിൽ ചില ടീച്ചേഴ്സ്, എൽഡേഴ്സ് ആയിട്ടുള്ള ഒരു മൂപ്പന്മാർ തീരുമാനമെടുത്തു, എന്താണെന്നറിയാമോ, നിയമങ്ങൾ ഇനി ആരും തെറ്റിക്കരുത്. ഓക്കെ, തെറ്റിക്കാതിരിക്കാനായിട്ട് നമ്മളാൽ കഴിയുന്ന എല്ലാ പ്രിക്കോഷൻസും എടുക്കണം. മോശയുടെ ന്യായപ്രമാണം അവിടെ ഉണ്ട്, ഇനി അത് ആരും തെറ്റിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ, നമ്മൾ ഒരു മുഴം നീട്ടി എറിയണം. അല്ലെങ്കിൽ ഞാനിങ്ങനെ അവർ പറയാറുണ്ട്, ബിൽഡ് എ ഫെൻസ് അറൗണ്ട് ദ ലോ.
ഓരോ ന്യായപ്രമാണത്തിന് അല്ലെങ്കിൽ അതിലെ നിയമങ്ങൾക്ക് ചുറ്റും വേലി കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ആ ഒരു വീട് അവിടെ ഇരിക്കുകയെന്ന് വിചാരിച്ചോ, ആ വീട്ടിലോട്ട് ഒരാൾ എത്തണമെങ്കിൽ വേലി കടന്നു വരണമല്ലോ അല്ലേ, ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു കാര്യം ചെയ്യാം, മോശയുടെ ന്യായപ്രമാണം അവിടെയുണ്ട്, അത് ദൈവം തന്ന കൽപ്പനകളാണ്, അതിന് ചുറ്റും നമുക്കൊരു വേലി കെട്ടാം. വേലി കെട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നീട്ടിപ്പിടിക്കാം, അതായത് അത് ഒരു വിധത്തിലും തെറ്റിക്കാതിരിക്കാൻ നമുക്ക് കുറച്ച് അഡീഷണൽ നിയമങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. അപ്പം ദൂരെ നിന്ന് തന്നെ തെറ്റ് ചെയ്യാനുള്ള സാധ്യത കുറഞ്ഞു കിട്ടും. ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് പറഞ്ഞു തരാവേ. ഇപ്പം ശബത്ത് ആചരിക്കുക, ശബത്തിനെ ശുദ്ധീകരിക്കുക, ഇത് ദൈവം കൊടുത്ത ഒരു നിയമമായിരുന്നു അല്ലേ 10 കൽപ്പനകളിൽ. അപ്പം അവരുടെ എൽഡേഴ്സ് തീരുമാനിച്ചു, ശബത്ത് ആചരിക്കണമെങ്കിൽ, ശബത്തിൽ വിശ്രമം വേണമെങ്കിൽ, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ വിശ്രമിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ നമ്മൾ അന്ന് ഒരു ജോലിയും ചെയ്യാൻ പാടില്ല അല്ലേ. അപ്പം അതിന് അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അഡീഷണൽ ആയിട്ട് നിയമങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം എങ്ങനെയായിരിക്കും? അവർ പറഞ്ഞു, ചില നിയമങ്ങൾ ഞാൻ പറഞ്ഞേൽപ്പിക്കാം. ശനിയാഴ്ചയാണല്ലോ അവരുടെ ശബത്ത്. വെള്ളിയാഴ്ച രാത്രിയാകുമ്പോൾ അതിൻ്റെ തലേ ദിവസം തന്നെ എല്ലാ കുക്കിങ്ങും അവസാനിപ്പിച്ചിരിക്കണം. പിന്നെ ഒരു പാത്രം പോലും എടുത്ത് കുക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരരുത്. അതായത് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പിറ്റേ ദിവസം ശബത്ത് ദിവസം ഒന്നും ചെയ്യേണ്ടി വരില്ല, തലേ ദിവസം രാത്രിയാകുമ്പോൾ എല്ലാം റെഡി ആയിരിക്കണം. ഒരു തയ്യൽക്കാരനാണെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത്, തയ്ക്കുന്ന ഒരു സൂചി അവരുടെ തുണിയുടെ വസ്ത്രത്തിലെ പോക്കറ്റ് പോലുള്ള സ്ഥലത്ത് കിടന്നാൽ അതെടുത്ത് വെള്ളിയാഴ്ച ദിവസം മാറ്റി വെക്കും. കാരണം അറിയാതെ എങ്ങാനും ആ പോക്കറ്റിൽ കിടക്കുമ്പം ശനിയാഴ്ച ആ കോട്ടെടുത്ത് ശബത്ത് ദിവസം ഇടുമ്പം ആ വെയിറ്റ് എങ്ങാനും ചുമന്നാലോ, ഒരു വെയിറ്റും ചുമക്കാൻ പാടില്ല. ഒന്നും അങ്ങനെ അഡീഷണൽ, ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ കുറേ നിയമങ്ങളുണ്ടായി. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ശബത്ത് ദിവസം ഇത്ര ദൂരമേ നടക്കാൻ പാടുള്ളൂ, ശബത്ത് വഴി ദൂരം എന്ന് പറയും, അതിൽ കൂടുതൽ നടക്കാൻ പാടില്ല. ഇനിയും മരിക്കുന്ന ഒരു സാഹചര്യം അല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ഒരു സഹായം പോലും ആർക്കും ചെയ്യാൻ പോകണ്ട, നമ്മൾ വീട്ടിലിരുന്നോളൂ, അങ്ങനെ രീതിയിൽ വരെ കാര്യങ്ങളെത്തി. സോ ഇവരിങ്ങനെ, ഇതിൽ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇത് നല്ല ഉദ്ദേശത്തിൽ തുടങ്ങിയതാട്ടോ. നല്ല ഉദ്ദേശത്തിനാണ് പൂർവന്മാരുടെ സമ്പ്രദായം. ഒന്ന് പറഞ്ഞേ, പൂർവന്മാരുടെ സമ്പ്രദായം അല്ലെങ്കിൽ ട്രഡീഷൻ ഓഫ് എൽഡേഴ്സ്. നിയമങ്ങൾ, ദൈവത്തിൻ്റെ നിയമം തെറ്റിക്കാതിരിക്കണം, അതിനുവേണ്ടിയാണ് തുടങ്ങിയതെങ്കിൽ പോലും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിയമങ്ങളുടെ മേൽ നിയമങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അതൊരു വലിയ ചുമട് പോലെ ആളുകൾക്കായി തുടങ്ങി, ഭാരമായി തുടങ്ങി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, യേശു കർത്താവ് ശബത്ത് ദിവസം ഒരു രോഗിയെ സൗഖ്യമാക്കിയപ്പം ആൾക്കാർ ബഹളം ഉണ്ടാക്കി. ശബത്തിൽ ജോലി ചെയ്തോ? ഒരു രോഗി സൗഖ്യമാകുന്നതല്ല ഇഷ്യൂ, അവർക്ക് ശബത്ത് ലംഘിച്ചു. അല്ലെങ്കിൽ ഒരു തളർന്നു കിടക്കുന്ന ആളോട് കിടക്കയെടുത്ത് നടക്കാമെന്ന് യേശു പറഞ്ഞപ്പം, ഒരാൾ വർഷങ്ങൾ തളർന്നു കിടന്നിട്ട് പിന്നെ കിടക്കയെടുത്ത് നടക്കുമ്പം എത്ര സന്തോഷം ഉണ്ടാകണ്ടേ, പക്ഷെ അവർക്കത് വിഷമമായി, ശബത്ത് തെറ്റിച്ചില്ലേ. അപ്പം ഈ ശബത്തിൽ ഭാരം ചുമക്കാൻ പാടില്ലെന്നുള്ള ഇവരുടെ അഡീഷണൽ ലോസ്. ഇനി ഞാൻ അതിനെ ഇങ്ങനെ പറഞ്ഞു തരാവേ, നിയമങ്ങളുടെ മേൽ നിയമം. ട്രഡീഷൻ ഓഫ് ദി എൽഡേഴ്സ്. അപ്പം ഇത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോശയുടെ ന്യായപ്രമാണം അവർക്കന്നത് റിട്ടൺ ലോ ആയിരുന്നു, എഴുതപ്പെട്ടവർക്കുണ്ട്. പക്ഷേ ഈ പൂർവന്മാരുടെ സമ്പ്രദായം, ട്രഡീഷൻ ഓഫ് എൽഡേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ വായിച്ചില്ലേ, ശിഷ്യന്മാർ കൈ കഴുകാത്തത്, ആ റിച്വൽ ക്ലെൻസിങ്, അവരുടെ ഒരു പ്രത്യേക രീതിയിലുള്ള കൈ കഴുകലിനെ കുറിച്ചാണ് പറയുന്നത്. അതൊക്കെ ഓറൽ ലോസ് ആയിരുന്നു, അതന്ന് എഴുതിയിട്ടില്ല. അവരുടെ ലീഡേഴ്സ്, ടീച്ചേഴ്സ്, ശാസ്ത്രിമാരൊക്കെ ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ് ഓറൽ ലോസ് എന്ന് പറയും. പിന്നീട് അത് യെരുശലേം നശിപ്പിക്കപ്പെട്ട് AD 70 ദേവാലയം നശിപ്പിക്കപ്പെട്ടു, യഹൂദന്മാർ ചിതറിപ്പോയി കഴിഞ്ഞപ്പം ഇവരതിനെ, ഈ ഓറൽ ലോസിനെ എല്ലാം എഴുതി സൂക്ഷിക്കാൻ തുടങ്ങി. അതാണ് മിഷ്ന എന്ന് പറയുന്നത്. പിന്നീടാണ് അത് തൽമൂദായിട്ട്, റബ്ബിനിക് ലിറ്ററേച്ചറായിട്ട് വരുന്നത്. സോ അത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഇത് മനസ്സിലാക്കുക, മോശയുടെ ന്യായപ്രമാണം ദൈവം കൊടുത്ത നിയമങ്ങളായിട്ട് അവിടെ ഇരിക്കുമ്പോൾ തന്നെ അത് ലംഘിക്കാതിരിക്കാൻ വേണ്ടി ഇവർ അഡീഷണൽ നിയമങ്ങൾ ഉണ്ടാക്കിയത് എന്താ പറയുന്നത്,
ഒത്തിരി നിയമങ്ങൾ. അപ്പം യേശു കർത്താവ് ഇതിന് ഇവരെ ഇടയ്ക്ക് പറയുന്നുണ്ട്, നിങ്ങൾ ഒട്ടകത്തെ വിഴുങ്ങും കൊതുകിനെ അരിച്ചെടുക്കുമെന്ന്. അങ്ങനത്തെ അവസ്ഥയായി. നിയമം തെറ്റിക്കുന്നുണ്ടോ എന്നിങ്ങനെ നോക്കി നടക്കുന്ന ഒരവസ്ഥ. ഓക്കെ, ഇനിയും ഞാൻ പറഞ്ഞല്ലോ, ഈ ട്രഡീഷൻ ഓഫ് ദി എൽഡേഴ്സ് അല്ലെങ്കിൽ പൂർവന്മാരുടെ സമ്പ്രദായം എന്ന് പറയുന്ന ആ കാര്യം. ഓക്കെ, നമ്മൾ ആ വേർഡ് ഒന്ന് ഓർത്തിരിക്കണേ, പൂർവന്മാരുടെ സമ്പ്രദായം. അതായത് ദൈവത്തിൻ്റെ നിയമം തെറ്റിക്കാതിരിക്കാൻ വേണ്ടി മനുഷ്യർ ഉണ്ടാക്കിയ അഡീഷണൽ നിയമങ്ങളാണ്. ഇതിലെല്ലാം മോശമായിരുന്നില്ല, വളരെ നല്ല നിയമങ്ങളും ഉണ്ടായിരുന്നു. അതായത് അവരുടെ എല്ലാ ആചാരങ്ങളും മോശമായിരുന്നില്ല. നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയതും നല്ല റിസൾട്ട് തന്നതുമായിട്ടുള്ള ആചാരങ്ങളുണ്ട്. ഓക്കെ, പക്ഷെ ചില ആചാരങ്ങൾ ചിലത് ആളുകൾക്ക് ബുദ്ധിമുട്ടുമായിട്ട് വന്നു. ഞാൻ ചില നല്ലതായിട്ടുള്ളത് നിങ്ങളെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാവേ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം നിങ്ങൾ എടുക്കണമെന്നില്ല, സ്ക്രീനിൽ കാണുവാണെങ്കിൽ വായിക്കുക. 6-7 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ കൽപ്പിക്കുന്ന എൻ്റെ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലിരിക്കണം, നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഈ വാക്യം എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പം ഞാൻ പറയുന്ന വചനങ്ങൾ ഹൃദയത്തിൽ ഇരിക്കണം. അപ്പം റബ്ബിമാർ ആലോചിക്കാൻ തുടങ്ങി ഇതിനെ എങ്ങനെ വളരെ പ്രാക്ടിക്കലായിട്ട്. അപ്പോൾ അവർ വളരെ നല്ല മെത്തേഡ്സ് ഉണ്ടാക്കിയെടുത്തു. എന്താണെന്നറിയാമോ? വീടുകളിൽ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കാനുള്ള രീതികൾ, അവർക്കതിനുള്ള സിസ്റ്റം, ഇത്ര ഭാഗം വചനങ്ങൾ ഇത്ര ഉള്ളിൽ മെമ്മറൈസ് ചെയ്യണം. അതൊക്കെ വളരെ നല്ല റിസൾട്ട് കൊടുത്തു. കാരണം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഇങ്ങനെയുള്ള അവരുണ്ടാക്കി കൊടുത്ത ചില ട്രഡീഷൻസ് വളരെ ഉപകാരമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, മോശയുടെ ന്യായപ്രമാണം കൊടുക്കുന്ന സമയത്ത് സമാഗമന കൂടാരമേ ഉള്ളൂ. പക്ഷേ അതാണ് പിന്നീട് യെരുശലേം ദേവാലയം എന്ന് പറഞ്ഞു വരുന്നത്. പക്ഷേ നമുക്കറിയാം, യഹൂദന്മാർ പോയ സ്ഥലത്തെല്ലാം സിനഗോഗുകളുണ്ട് അല്ലേ? സിനഗോഗുകളും യെരുശലേം ദേവാലയമായിട്ടുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്: യെരുശലേം ദേവാലയത്തിൽ യാഗം നടക്കുമായിരുന്നു, സിനഗോഗിൽ യാഗമില്ല. പക്ഷേ സിനഗോഗുകൾ വന്ന സ്ഥലത്തെല്ലാം റബിമാർ ഉണ്ടാക്കിയെടുത്ത ചില രീതികളുണ്ട് ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള. കാരണം ഇവർ ലോകത്തിൻ്റെ പല ഭാഗത്ത് ചെതറിപ്പോയപ്പം അവിടെ യാഗമൊന്നും നടക്കത്തില്ല. പക്ഷെ സിനഗോഗുകൾ ഉണ്ടാക്കിയിട്ട് അവരവിടെ വന്ന സങ്കീർത്തനങ്ങൾ പാടും, അവർക്ക് വചനത്തിൽ ചുരുളുകൾ വായിക്കാൻ തുടങ്ങും, ദൈവവചനം വായിച്ചു കേൾക്കും. സോ ഈ നല്ല പ്രാക്ടീസൊക്കെ പൂർവന്മാരുടെ സമ്പ്രദായത്തിൽ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അത് നല്ലൊരു കാര്യം തന്നെയായിരുന്നു. കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ യഹൂദന്മാരുടെ ഏകദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസമൊക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ടൊക്കെ ഇടയായിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ശബത്ത് ദിവസം റെസ്റ്റ് പ്രാക്ടീസസ്, അതായത് ശബത്ത് ദിവസത്തിൽ വിശ്രമിക്കാൻ വേണ്ടിയുള്ള ചില പ്രാക്ടീസ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ശബത്തിൻ്റെ തലേദിവസം തന്നെ എല്ലാ പണികളും ഒക്കെ തീർത്തു വെച്ചാൽ സ്വസ്ഥമായിട്ട് ശബത്ത് ദിവസം ആരാധിക്കാൻ പോകാൻ പറ്റില്ല. അതൊരു നല്ല പ്രാക്ടീസായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടല്ലേ? നല്ല കാര്യമല്ലേ? ഇപ്പം നമ്മുടെ ഒരു ഉദാഹരണം പറയും. ഇപ്പം ഞായറാഴ്ച നമുക്ക് രാവിലെ ഇവിടെ വേർഷിപ്പിന് വരണമെങ്കിൽ സാറ്റർഡേ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ചാൽ സൺഡേ രാവിലെ ഒന്ന് പ്രാർത്ഥിച്ച് സ്വസ്ഥമായിട്ട് ആരാധനയ്ക്ക് വരാൻ പറ്റത്തില്ലേ അല്ലേ? അതൊരു നല്ല പ്രാക്ടീസാണ്. പക്ഷേ പ്രോബ്ലം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ശബത്ത് ദിവസം എല്ലാ പണിയും തീർത്തു വെച്ചേക്കാം. ഇപ്പം അപ്പുറത്തെ വീട്ടിലെ ആൾക്കൊരു സുഖമില്ല എന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ലെങ്കിൽ മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. കാരണം ശബത്ത് ആരാധിക്കാനുള്ളതും വിശ്രമിക്കാനുള്ള ദിവസമാണ്. സോ ഇതിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നതാണ് യേശു കർത്താവ് എതിർത്തതെന്ന് മനസ്സിലാക്കുക. വേറൊരു പ്രാക്ടീസ് ഉണ്ടായിരുന്നേ. ആവർത്തനം 8:10 ഇങ്ങനെ വായിക്കുന്നുണ്ട്: നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. ഇത് ദൈവം കൊടുത്തേക്കുന്ന ഒരു വചനമാണ് അല്ലേ? ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ, അതായത് കനാനിൽ ചെന്ന് കഴിക്കുമ്പോൾ ഭക്ഷണമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്ന്. ഈ ഒരു വചനത്തെ ബേസ് ചെയ്ത് ഉണ്ടായി വന്ന പൂർവന്മാരുടെ ഒരു സമ്പ്രദായമാണ് കസ്റ്റം ഓഫ് ഗിവിങ് താങ്ക്സ് ബിഫോർ ഈറ്റിംഗ്. അതായത് യഹൂദന്മാരുടെ
ആ ട്രഡീഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എടുത്ത് വായിലോട്ട് ഇടത്തില്ല. അവർ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടേ അവർ ചെയ്യത്തുള്ളൂ. ഈ പ്രാർത്ഥന ഇതാണ് ഒരു വാക്യത്തിൽ വരുന്നത്: ബ്ലെസ്ഡ് ആർ യു ഓ ലോർഡ് അവർ ഗോഡ്, കിങ് ഓഫ് ദി യൂണിവേഴ്സ്, ഹു ബ്രിങ്സ് ഫോർത്ത് ബ്രെഡ് ഫ്രം ദി എർത്ത്. മലയാളത്തിൽ ഞാൻ പറയാം: ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഭൂമിയിൽ നിന്ന് അപ്പം പുറപ്പെടുവിക്കുന്ന ലോകത്തിൻ്റെ രാജാവേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവൻ. അവർ ഈ പ്രാർത്ഥന പറയാതെ ഭക്ഷണം കഴിക്കത്തില്ല. അത് ഈ വചനത്തിൻ്റെ ബേസിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മോശയുടെ ലോ പറഞ്ഞു നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ ദൈവത്തെ മറക്കരുതെന്ന്. അപ്പോൾ പൂർവന്മാരുടെ സമ്പ്രദായത്തിൽ അവരുണ്ടാക്കിയെടുത്ത ഒരു ആചാരം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ട്രഡീഷൻ എന്ന് പറയാം. അതായിരുന്നു ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കുക എന്നുള്ള. അത് ക്രിസ്ത്യാനിറ്റിയിലോട്ടും വന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം യഹൂദന്മാരിൽ നിന്നാണ് ക്രിസ്ത്യാനിറ്റി ആദ്യത്തേതെല്ലാം ഉണ്ടായി വരുന്നത്. സോ ഈ ഒരു പ്രാർത്ഥനാശീലം നല്ലൊരു കാര്യമല്ലേ? ഭക്ഷണം കിട്ടുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശുവും അപ്പം എടുത്ത് ആളുകൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് വാഴ്ത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച്, ഈ പ്രാർത്ഥിച്ചിട്ടാണ് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. സോ ഇങ്ങനത്തെ നല്ല നല്ല ആചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൂർവന്മാരുടെ സമ്പ്രദായത്തിൽ. പക്ഷേ വാട്ട് അബൌട്ട് ഫോൾട്ട് ഫൈൻഡേഴ്സ്? പിന്നെ എന്തുകൊണ്ട് ഈ പൂർവന്മാരുടെ സമ്പ്രദായം, ഈ നിയമം അനുസരിക്കാൻ നന്നായിട്ട് പഠിപ്പിക്കുന്ന പരീശന്മാരും ശാസ്ത്രിമാരും കുറ്റം കണ്ടുപിടിക്കാൻ യേശുവിൻ്റെ അടുക്കൽ വന്നു? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലോട്ടാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ദൈവം ഓരോ നിയമങ്ങൾ കൊടുക്കുമ്പോഴും ദൈവത്തിന് ആഗ്രഹമുള്ള ഒരു കാര്യമുണ്ട്: ഈ ജനത സ്പെഷ്യലായിരിക്കണം, ദൈവത്തെ സ്നേഹിക്കുന്ന, ചുറ്റുമുള്ള മനുഷ്യരെ സ്നേഹിക്കുന്ന, അല്ലേ? ഏറ്റവും കൽപ്പനകളെ രത്ന ചുരുക്കമാണ് ലവ് ഗോഡ്, ലവ് യോർ നെയ്ബർ, അല്ലേ? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം. അങ്ങനെ ഒരു ജനതയെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് ഓരോ നിയമങ്ങളും നൽകപ്പെട്ടത്. അതിൻ്റെ അതാ ഓരോ കൽപ്പനയുടെയും അന്തസത്ത മനസ്സിലാക്കാതെ വെറും ആചാരങ്ങളായി അധപ്പതിച്ചപ്പോൾ അടുത്ത് നിൽക്കുന്നവൻ ഇത് ചെയ്യുന്നുണ്ടോ അത് ചെയ്യുന്നുണ്ടോ കുറ്റം കണ്ടുപിടിക്കാനുള്ളൊരു ടെൻഡൻസി ഇന്നത്തെ പോലെ തന്നെ അന്നത്തെ കാലത്തും ഉണ്ടായി. അതുകൊണ്ടാണ് ആ പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് യെരുശലേമിൽ നിന്ന് 100 കിലോമീറ്റർ, ഏകദേശം 65 മൈൽ യാത്ര ചെയ്ത് യേശു ഇരിക്കുന്ന കവർന്നഭൂമി വന്നത്. കുറ്റം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഇവർ നോക്കാൻ തുടങ്ങി. യേശു പ്രസംഗിക്കുന്നിടത്ത് നോക്കി, യേശു ആളുകളോട് ഇടപെടുന്നത് നോക്കി, ഒരു കുറ്റവും കാണുന്നില്ല. കുറേ കഴിഞ്ഞപ്പോഴാണ് നല്ല സന്തോഷത്തോടെ യേശുവും ശിഷ്യന്മാരും ഭക്ഷണം കഴിക്കുന്നത് കണ്ടത്. ആളുകൾ ഭക്ഷണം കഴിക്കുന്ന നല്ല കാര്യമല്ലേ? പക്ഷേ എന്താ പറയുന്നത്, ഈ കണ്ണോടെ നോക്കുന്നവർ ഫോൾട്ട് ഫൈൻഡിങ്, അല്ലേ? കുറ്റം കണ്ടുപിടിക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു കുറ്റം കണ്ടെത്തി. യേശുവിൻ്റെ ശിഷ്യന്മാർ ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകിയിട്ടില്ല. ഈ പ്രശ്നവുമായിട്ടാണ് പരീശന്മാർ അവിടെ വരുന്നത്. നിന്റെ ശിഷ്യന്മാർ ഒന്ന് പറഞ്ഞേ, നിന്റെ ശിഷ്യന്മാർ ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകാത്തത് എന്ത്? ഓക്കെ, നമുക്കിനി നോക്കാം എന്താണ് ഇതിൻ്റെ പിന്നിലത്തെ സംഭവം എന്ന് നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് കൈ വൃത്തിയാക്കുന്നതിനെ കുറിച്ച് പറയുന്നതേ അല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇതിൻ്റെ പുറകിൽ ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു പൂർവന്മാരുടെ ഓരോ സമ്പ്രദായങ്ങളും എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നതെന്നറിയാമോ? മോശയുടെ ന്യായപ്രമാണത്തിൽ ഒരു നിയമം ഉണ്ടാകും, ദൈവം കൊടുത്ത ഒരു നിയമം. പക്ഷേ അത് തെറ്റിക്കാതിരിക്കാൻ വേണ്ടി കുറച്ചും കൂടെ വിപുലീകരിച്ച് വരുന്നതാണ് പൂർവന്മാരുടെ സമ്പ്രദായം. ഇനി നമുക്ക് ആദ്യം നോക്കാം മോശയുടെ ന്യായപ്രമാണത്തിൽ കൈ കഴുകുന്നതിനെ കുറിച്ച് പറഞ്ഞ ഭാഗം നമുക്കൊന്ന് വായിക്കാവേ. എല്ലാവരും ഒന്ന് സ്ക്രീനിൽ നോക്കാം, ഇല്ലെങ്കിൽ പുസ്തകത്തിൽ നോക്കാം, വേദപുസ്തകത്തിൽ നോക്കാം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാവേ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, സമാഗമന കൂടാരം പണിയുന്നതിനെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണേ. നീ വായിച്ചു കേട്ടോളൂ. എന്തെന്നാൽ, കഴുകേണ്ടതിന് ഒരു താമ്രത്തൊട്ടിയും അതിനൊരു താമ്രക്കാലും ഉണ്ടാക്കേണം. ഓക്കെ, കൈയും കാലും പുരോഹിതന്മാർ സമാഗമന കൂടാരത്തിൽ ആരാധനയ്ക്കായി വരുന്ന സമയത്ത് അവർ കയറിപ്പോകുമ്പോൾ കഴുകുവാനായിട്ട് താമ്രത്തൊട്ടിയും താമ്രക്കാലും ഉണ്ടാക്കണം. താമ്രത്തൊട്ടി എന്ന് പറഞ്ഞാൽ, താമ്രം എന്ന് പറഞ്ഞാൽ ബ്രോൺസ് ആണ്. ബ്രോൺസ് കൊണ്ടുള്ള
ഒരു ബേസിൻ, നമ്മുടെ വാഷ് ബേസിൻ അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു പാത്രം, ഓക്കെ, ഒരു കഴുകാനുള്ള ഒരു ബേസിൻ ഉണ്ടാക്കണം. അതെന്ത് വെച്ചാ ഉണ്ടാക്കേണ്ടത്? ഒന്ന് പറഞ്ഞേ. താമ്ര തൊട്ടിയും താമ്രക്കാലും ഉണ്ടാകണം. ഓക്കെ, ഇനി നമുക്ക് വായിക്കാവേ. അതിനെ സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യേ വെച്ച് അതിൽ വെള്ളമൊഴിക്കണം. അതിങ്കൽ അഹരോനും അവൻ്റെ പുത്രന്മാരും കൈയും കാലും കഴുകണം. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിങ്കൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. അവർ മരിക്കാതിരിക്കേണ്ടതിന് കൈയും കാലും കഴുകണം. അതവർക്ക് തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ഓക്കെ, ഇവിടെ പറയുകയാണ് സമാഗമന കൂടാരത്തിൽ അവർ യാഗത്തിനായിട്ട് കഴുകുമ്പോൾ നമുക്കറിയാം യഹൂദന്മാരുടെ ഒരു റിച്വൽ അന്നത്തേത് എങ്ങനെയാണ് നടക്കുന്നതെന്ന്. പുരോഹിതന്മാരാണ് യാഗമെല്ലാം ചെയ്യുന്നത്. അവർ ഇതിനായിട്ട് നടന്നു പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് താമ്രത്തൊട്ടി, ബ്രോൺസിൻ്റെ ആ ബേസിനിൽ കൈയും കാലും കഴുകിയിട്ട് വേണം ഇവർ എന്ത് ചെയ്യാനായിട്ട്, യാഗം കഴിക്കുവാനായിട്ട് പോകാൻ. ഇത് ആൾക്കാർ കാണുന്നുണ്ട്. ഓക്കെ, ഇത് എന്തിനെ സിംപിളൈസ് ചെയ്യുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുവാനായിട്ട് വേറൊരു വാക്യത്തിലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞോളട്ടെ. അപ്പോൾ ആൾക്കാരെല്ലാം കാണുന്നുണ്ട്. പുരോഹിതന്മാർ എത്ര വൃത്തിയായിട്ട് വന്നവരാണെങ്കിലും അത് കയറുന്നതിന് മുമ്പ് ആ ഒരു ബേസിൻ്റെ അടുക്ക ചെന്ന് താമ്രത്തൊട്ടിയുടെ മുമ്പിൽ ചെന്ന് കൈ കഴുകുന്നുണ്ട്, കാല് കഴുകുന്നുണ്ട്, എന്നിട്ടാണ് അവർ പോകുന്നത്. ഓക്കെ, അത് ആ നിയമം കിട്ടിയ ജനതയ്ക്ക് ആദ്യകാലങ്ങളിൽ അത് വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ റീസണും അറിയാം. ഓക്കെ, ഞാനത് പറയാൻ കാരണമുണ്ട്. കാരണം സമാഗമന കൂടാരം എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ച് അത് ദൈവത്തിൻ്റെ ഡ്വെല്ലിംഗ് പ്ലേസ് ആണ്. ഷെക്കൈന ഗ്ലോറി ഇറങ്ങുന്ന സ്ഥലമാണ്. സോ ഏറ്റവും വിശുദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ കയറുന്നതിന് മുമ്പ്, ദൈവത്തെ ആരാധിക്കുന്നതിന് മുമ്പ് കൈയും കാലും അവർ കഴുകണം. ഓക്കെ, ഇവിടെ പറയുന്നു അവർ മരിക്കാതിരിക്കേണ്ടതിന്. നമ്മൾ വേദപുസ്തകത്തിൻ്റെ ലാംഗ്വേജിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് ദൈവം കരുതുന്ന ഒരു ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ദൈവം ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്നു എന്ന് കരുതുവാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് കൈയും കാലും കഴുകാൻ പറയുന്നത്? കൈ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ പ്രവൃത്തിയെയും ഡിനോട്ട് ചെയ്യുന്ന ഒരു അവയവമാണ്. ഓക്കെ, അതിനെ കഴുകണം, നമ്മളുടെ പ്രവർത്തികൾ കഴുകപ്പെടണം. അതുപോലെ കാല് നമ്മുടെ നടപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, കൈയും കാലും കഴുകിയിട്ട് കയറാൻ പറയുന്നത്. മറ്റൊരു പ്രത്യേകതയും കൂടെ, ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് ആ താമ്രത്തൊട്ടിയുടെ അടുത്ത് വരാൻ പറഞ്ഞത്, അത് മനസ്സിലാക്കി തരും നമ്മളെ. പുറപ്പാട് 38:8 ഒരു വാക്യമുണ്ട്. ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതെ വിടും. ഞാനിങ്ങനെ വായിച്ചു കേൾപ്പിക്കാം. സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ സേവ ചെയ്തു വന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവൻ താമ്രത്തൊട്ടിയും അതിൻ്റെ താമ്രക്കാലും ഉണ്ടാക്കി. നേരത്തെ ഈ പറഞ്ഞ കൈയും കാലും കഴുകാൻ വെച്ചിരിക്കുന്ന ആ താമ്രത്തൊട്ടിയും കാലും ഉണ്ടല്ലോ, എന്ത് വെച്ചാ ഉണ്ടാക്കിയെന്നാ വായിച്ചത്? ഒന്ന് പറഞ്ഞേ. സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ സേവ ചെയ്തു വന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ. ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണാടി. ഓക്കെ, നമ്മൾ രാവിലെ ഇവിടെ വരുന്നതിന് മുമ്പ് കണ്ണാടി നോക്കിയിട്ടല്ലേ വന്നത്? സ്ത്രീകളുടെ ദർപ്പണങ്ങൾ. അന്ന് കണ്ണാടിയല്ല, അന്ന് വളരെ പോളിഷ് ചെയ്ത ബ്രോൺസ് കൊണ്ടുള്ള മെറ്റൽ, അതിൽ നോക്കിയാണ് അന്നത്തെ സ്ത്രീകൾ, ബ്രോൺസ് മെറ്റൽ ഭയങ്കര പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണാടി പോലെയാകും, മുഖം അതുപോലെ കാണാം. അതായിരുന്നു അവർ ദർപ്പണമായിട്ട് ഉപയോഗിച്ചിരുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ഈ സമാഗമന കൂടാരം പണിയുന്ന സമയത്ത് ആളുകൾ സ്വമേധയാ അവർ ഒത്തിരി സാധനങ്ങൾ ആ കൂടാരം പണിയാനായിട്ട് കൊടുത്തായിരുന്നു. അപ്പം സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാമെന്ന് പറഞ്ഞ് ഡെഡിക്കേറ്റഡ് ആയിട്ട് വന്ന സ്ത്രീകൾ, അന്നത്തെ കാലത്ത് ഒരു ദർപ്പണം അല്ലെങ്കിൽ കണ്ണാടി എന്ന് പറഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ള ഒരു സാധനമാണ്. ഇന്നത്തെ പോലെ അല്ല, നമുക്കിന്ന് എല്ലാ റൂമിലും എല്ലാ ബാത്റൂമിലും കണ്ണാടികളുണ്ട്. പക്ഷെ അന്നൊരു സ്ത്രീയുടെ ദർപ്പണം എന്ന് പറഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ള, അവളുടെ മുഖം നോക്കാൻ ഒക്കെ ഉപയോഗിക്കുന്ന, അതെല്ലാം ഇവർ ബ്രോൺസ് കൊണ്ടുണ്ടാക്കിയ ദർപ്പണം ഡൊണേറ്റ് ചെയ്തു. സമാഗമന കൂടാരം പണിത സമയത്ത് നേരത്തെ പറഞ്ഞ താമ്രത്തൊട്ടിയും
കൈയും കാലും പണിതത് ഈ ദർപ്പണം വെച്ചിട്ട, ബ്രോൺസ് കൊണ്ടുള്ള കണ്ണാടി പോലെ വർക്ക് ചെയ്യുന്ന വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ബ്രോൺസ് കൊണ്ട്. സോ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഈ പുരോഹിതന്മാർ അവിടെ കൈയും കാലും കഴുകാൻ വരുമ്പം അവർ താമ്രത്തൊട്ടിയിലിട്ട് ഇങ്ങനെ കുനിയും. അവരെന്താ അവിടെ ആദ്യം കാണുന്നതെന്നറിയാമോ? എന്ത് വെച്ചാ ഉണ്ടാക്കിയേക്കുന്നത്? കണ്ണാടി വെച്ചാ ഉണ്ടാക്കിയേക്കുന്നത് അല്ലേ? അപ്പൊ അവർ കാണുന്നത് എന്തായിരിക്കും എന്നറിയാമോ? എന്താ കാണുന്നത്? മറ്റാരെയുമല്ല, അവരെ തന്നെ അവരാ താമ്രത്തൊട്ടിയിൽ കിടക്കുന്ന വെള്ളത്തിൽ കാണും. എന്നിട്ട് ആ വെള്ളം എടുത്ത് കൈയും കാലും കഴുകും. എന്താ അത് സിംബലൈസ് ചെയ്യുന്നതെന്നറിയാമോ? ആരാധനയ്ക്കായി വരുമ്പം സ്വയം ഓക്കെ, പുരോഹിതൻ ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുമ്പോൾ പോലും ആദ്യം തൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കണം, തൻ്റെ ഉള്ളിലോട്ടൊന്ന് നോക്കണം. അത് ഓർപ്പിക്കാനാണ് ഈ താമ്രത്തൊട്ടിയും അതിൻ്റെ അകത്തെ വെള്ളവും ആ കൈ കഴുകുന്ന ശുശ്രൂഷയും ആ കാല് കഴുകുന്ന ശുശ്രൂഷയും എല്ലാം ദൈവം അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് ആ ജനതയ്ക്ക്. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? അതായത് ആരാധനയ്ക്കായി വരുമ്പം സ്വയം ദൈവമേ, ഞാൻ നിൻ്റെ സന്നിധിയിൽ വരുമ്പം എൻ്റെ ഉള്ളിലെ തെറ്റുകൾ എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ദൈവത്തിനെതിരായി ചെയ്ത തെറ്റുകൾ, മനുഷ്യർക്കെതിരായി, എൻ്റെ സഹോദരങ്ങൾക്കെതിരായി ഞാൻ അവരെ വേദനിപ്പിച്ചത്, ചതിച്ചു വാങ്ങിയത്, അതൊക്കെ ഓർപ്പിക്കും. നമ്മുടെ കണ്ണാടിയിൽ എന്ന പോലെ നമ്മുടെ മുഖം നോക്കി അത് കഴുകിയിട്ട് വേണം ദൈവസന്നിധിയിൽ ആരാധന വെക്കാനോ ദൈവത്തെ സ്തുതിക്കുവാനോ ദൈവത്തിനൊരു അർപ്പണം ചെയ്യാനോ ഒന്ന് ഓർപ്പിക്കുന്നതായിരിക്കും എന്ത്? താമ്രത്തൊട്ടിയും താമ്രക്കാലും ആ കൈ കഴുകലും ആ കാൽ കഴുകലും. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? സോ ഇതായിരുന്നു മോശയുടെ ന്യായപ്രമാണം ദൈവം കൊടുത്തത്. അപ്പം അടുത്ത സ്റ്റെപ്പ് പൂർവന്മാരുടെ സമ്പ്രദായത്തിലോട്ട് വന്നപ്പം അവർ പറഞ്ഞു, ഓക്കെ, അതെല്ലാവരും ചെയ്യണം, എല്ലാവരും വിശുദ്ധിയുള്ളവരായിരിക്കണം, അതുകൊണ്ട് എല്ലാവരും കൈ കഴുകി വേണം പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ. സോ ഈ റിച്വൽ രീതിയിൽ സാധാരണ കൈ കഴുകുന്ന പോലെയല്ല, കുറേശ്ശെ വെള്ളം ഒഴിച്ച് കഴുകുന്ന ഒരു രീതിയാണ്. അത് എല്ലാ യഹൂദന്മാരും ചെയ്യണം. മാത്രമല്ല, പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പോലും മാത്രമല്ല, എല്ലാ ഭക്ഷണത്തിനു മുമ്പും കൂടെ ചെയ്തേക്ക്. തെറ്റിക്കണ്ട, നമുക്ക് ആർക്കും തെറ്റിക്കണ്ട. അപ്പം ഇത് തുടങ്ങിയത് എന്തിനാണ്? ഓരോ പ്രാവശ്യം ഓർപ്പിക്കാൻ. നമ്മൾ ദൈവസന്നിധിയിലോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊന്ന് ഏറ്റു പറഞ്ഞ് ദൈവത്തിന് കരുണ യാചിക്കാനുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു എന്ത്? ഈ കൈ കഴുകലും ഈ കാൽ കഴുകലും. ഓക്കെ, പക്ഷെ നൂറ്റാണ്ടുകൾ മറിഞ്ഞിങ്ങോട്ട് വന്നപ്പം, യേശുവിൻ്റെ കാലമായപ്പം എന്തിനായിരുന്നു കൈകാലും കഴുകുന്നത്? സ്വയം നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ 100 കിലോമീറ്റർ യാത്ര ചെയ്ത് പരീശന്മാരും ശാസ്ത്രിമാരും ഇവിടെ വന്നിട്ട് അവരുടെ കുറവിനെ അല്ല അവർ കണ്ടത്, യേശുവിൻ്റെ ശിഷ്യന്മാരെ നോക്കാൻ അതേ നിയമം അവർ ഉപയോഗിച്ചു. മനസ്സിലാകുന്നുണ്ടോ? അപ്പം യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ഒരു കാര്യം മനസ്സിലായിരുന്നു. ഈ അർത്ഥമില്ലാതെ നമ്മൾ ചെയ്യുന്ന പൂർവന്മാരുടെ സമ്പ്രദായത്തെക്കാളും അവരെ യേശു പഠിപ്പിച്ചു, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈ വചനം പഠിച്ചവരാ യേശുവിൻ്റെ ശിഷ്യന്മാര്. പുറമേ കുറെ കഴുകിയത് കൊണ്ടോ കഴുകുന്നതൊക്കെ നല്ല കാര്യം, അതാ സിമ്പിൾസ് മനസ്സിലാക്കി ചെയ്യുമ്പോൾ. പക്ഷെ അർത്ഥമില്ലാതെ മറ്റുള്ളവരെ വിധിക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചുകൊണ്ട് കൈ കഴുകിയിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് മനസ്സിലായി. അവർ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു. അതുകൊണ്ടാണ് ഇവർ ചോദിച്ചത്, എന്തുകൊണ്ടാണ് നിന്റെ ശിഷ്യന്മാർ കൈ കഴുകാത്തത്? ഇനി യേശുവിൻ്റെ ആൻസർ നമുക്കൊന്ന് നോക്കാമേ. ഇനി 3-ാം വാക്യം തൊട്ടൊന്ന് വായിക്കാം. ഓക്കെ, മത്തായി 15:3 വായിക്കാം. നിങ്ങളുടെ അപ്പോൾ യേശു അത് വിട്ടുകൊടുക്കുന്നില്ല. ഞാൻ സാധാരണ മനുഷ്യരോട് സംസാരിക്കുന്നതിലും യേശു ശാസ്ത്രിമാരോട് പരീശന്മാരോട് സംസാരിക്കുമ്പോൾ വളരെ ആധികാരികമായിട്ട് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 3-ാം വാക്യം, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. എന്തിനായിരുന്നു ആ സമ്പ്രദായം കൊടുത്തത്? എന്തിനായിരുന്നു ഈ കൈയും കാലും കഴുകുന്ന രീതി കൊടുത്തത്? അവരെ ഓരോ പ്രാവശ്യം ഓർപ്പിക്കാൻ, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടോയെന്ന്, എൻ്റെ അടുത്തിരിക്കുന്ന ജീവിതത്തിൻ്റെ കുറവല്ല, അയൽവക്കക്കാരൻ്റെ അല്ല, സഹോദരൻ്റെ അല്ല, എൻ്റെ ജീവിതത്തിലെ കുറവ് എന്താണെന്ന് കാണിച്ചു തരണമേ എന്നുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു ആ കൈകാലുകൾ കഴുകുന്ന ആ പരിപാടി. അപ്പം യേശു കർത്താവ് പറയാ, സ്ഥിതി നോക്കിക്കേ, നിങ്ങളുടെ ഈ സമ്പ്രദായം
കൊണ്ട്. നിങ്ങൾ ഇതിനെ വലുതാക്കി വന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഓരോ പ്രാവശ്യവും കൈ കഴുകണമെന്ന് പഠിപ്പിച്ച്, ഇനി വായിച്ചു നോക്കിക്കേ, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? അതുകൊണ്ട് എന്താ അർത്ഥം? ദൈവത്തെ സ്നേഹിക്കാനും മനുഷ്യരെ സ്നേഹിക്കാനും പഠിപ്പിച്ച കർത്താവ്, നമ്മൾ മനസ്സിലാക്കുക, അവരെ ഒരു പ്രാവശ്യം കർത്താവ് ശാസിച്ചു. നിങ്ങൾ ഈ ഒട്ടകത്തെ വിഴുങ്ങി കൊതുകിനെ അരിച്ചെടുത്തിട്ട് എടുക്കുന്ന ആ രീതി ഉണ്ടല്ലോ, നിങ്ങൾ ബാക്കിയെല്ലാം ചെയ്യുന്നു, നിങ്ങൾ കടുകിന് ദശാംശം കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു കറക്റ്റ് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നീതി, കരുണ, വിശ്വസ്തത, മനുഷ്യരോടുള്ള സ്നേഹം ഇതൊക്കെ മറന്നു കളയുക. പലപ്പോഴും പ്രിയമുള്ളവരെ, നമ്മിലൊക്കെ ഇത് വരാൻ സാധ്യതയുണ്ട്. ഓരോ നിയമങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ വചനത്തിൻ്റെയും ഹൃദയം എന്താണെന്ന് മനസ്സിലാക്കാതെ പുറമേ അത് തെറ്റിക്കുന്നുണ്ടോ, അവരത് ചെയ്യുന്നുണ്ടോ, ഞാനത് ചെയ്യുന്നു, അങ്ങനെ മാത്രം ചിന്തിച്ച് അധപ്പതിച്ച് പോകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറരുതെന്നുള്ള ഒരു ഓർമ്മിപ്പിക്കപ്പെടുത്തലോടെ നമുക്ക് ബാക്കി വായിക്കാം. യേശു കർത്താവ് അടുത്തത് പറയാണ്, 4-ാം വാക്യം വായിച്ചു നോക്കിക്കേ. അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നും അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ ഒരുത്തൻ അപ്പനോടെങ്കിലും അമ്മയോടെങ്കിലും നിനക്കെന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാടെന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. ഓക്കെ, ഈ ഭാഗം ചിലപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്. ഞാനത് പറഞ്ഞുതരാം. മോശയുടെ ന്യായപ്രമാണത്തിൽ വ്യക്തമായിട്ട് ദൈവം കൊടുത്ത കൽപ്പനയായിരുന്നു, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, നിനക്ക് നന്മയുണ്ടാകുവാനും ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത്. ഓക്കെ, ഇനിയും ഇന്നത്തെ കാലത്ത് കുറച്ച് സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് കുറച്ച് രീതികൾ വ്യത്യസ്തമാണ്. കാരണം ഇന്ന് ജോലി ഉണ്ടായിരുന്ന പേരൻസ് ഉണ്ടാകും, അവർക്ക് പെൻഷൻ ഉണ്ടാകും, ചിലപ്പോൾ പ്രോപ്പർട്ടീസ് ഉള്ളവരുണ്ടായിരിക്കാം. പക്ഷേ അന്നത്തെ കാലത്ത് മാതാപിതാക്കൾ വാർദ്ധക്യത്തിലോട്ട് വരുമ്പം ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ രീതിയിലുള്ള ബഹുമാനം അതിൽ ഉൾപ്പെടുന്നു. പക്ഷേ അന്ന് അവർക്ക് ചില അഡീഷണൽ കാര്യങ്ങളും കൂടെ അതിലുണ്ടായിരുന്നു. അതിൽ ഒന്ന് എന്ന് പറയുന്നത്, വാർദ്ധക്യമാകുമ്പം ഇവരെ നോക്കേണ്ട ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഇവരുടെ മേൽ വരികയാണ്. 2, നോക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൂടെ വരികയാണ് ജനങ്ങളുടെ മേൽ. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? അപ്പം ആ നിയമം വെച്ച് നോക്കുവാണെങ്കിൽ അവർ അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെങ്കിൽ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം ഇവിടെ പറയുകയാണ്, പൂർവന്മാരുടെ സമ്പ്രദായം വെച്ചിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു വേഴ്സ് വായിച്ചു കേൾപ്പിക്കാവേ. മർക്കോസ് 7:11 ആ വാക്യം. നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്കെന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാടെന്നർത്ഥമുള്ള കുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അത് നിങ്ങൾ ആ വാക്യം വായിച്ചിട്ടുണ്ടാവും. ഖുർബാൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? എ ഗിഫ്റ്റ് ഫോർ ഗോഡ്, ദൈവത്തിന് കൊടുക്കുന്ന ഒരു സമ്മാനം, ഒരു വഴിപാട് എന്നാണ് ഖുർബാൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഈ പരീശന്മാരും ശാസ്ത്രിമാരും ആളുകളെ നല്ല ഉദ്ദേശത്തോടെ, ഓക്കെ, ഞാൻ കോട്സിലിട്ട് പറയാവേ, നല്ല ഉദ്ദേശത്തോടെ ആദ്യകാലങ്ങളിൽ പഠിപ്പിച്ചു, ദൈവത്തിന് നമുക്ക് ചില കാര്യങ്ങൾ വഴിപാടായിട്ട് കൊടുക്കുന്നത് നല്ല കാര്യമാണ്. അത് ദൈവത്തിന് നമുക്ക്, ദൈവമേ ഞാൻ ഇത്ര തരാം എന്ന് പറയുന്നത് നല്ല ഉദ്ദേശത്തോടെ അവർ സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പം ആളുകൾ കൂടുതൽ അന്നത്തെ സമൂഹത്തിൽ ഞാൻ വലിയ ഭക്തനാണെന്ന് കാണിക്കാനായിട്ട് നേരുമായിരുന്നു. ഓക്കെ, ഖുർബാൻ, ഇത് ദൈവത്തിന് ഞാൻ നേരുന്നു. ഇത് പരീശന്മാരും ശാസ്ത്രിമാരും അവരുടെ റിലീജിയസ് ലീഡേഴ്സും പ്രൊമോട്ട് ചെയ്തൊരു കാര്യമാണ് ആൾക്കാരോട്. മോശയുടെ ന്യായപ്രമാണത്തിൽ അങ്ങനെ നേരാനോ ഒന്നുമില്ല. പക്ഷേ ഈ ഖുർബാൻ നേരാൻ ഇവർ പൂർവന്മാരുടെ സമ്പ്രദായം കൊണ്ട് ഇവരെ പ്രേരിപ്പിച്ചു. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഒരു കാര്യം നേർന്നു പോയെന്ന് വിചാരിച്ചോ, അവർ അടുത്ത നിയമം ഉണ്ടായിരുന്നു, ദൈവത്തിനൊരു കാര്യം നേർന്നാൽ പിന്നെ അതിൽ നിന്ന് ഒന്നും എടുക്കാൻ പാടില്ല എന്ന്. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ചിലർ ഖുർബാൻ എന്ന് പറഞ്ഞ ഒരു വസ്തുവോ കുറച്ച് പൈസയോ ഒക്കെ നേർന്നെന്ന് വിചാരിച്ചോ, സ്വന്തം അപ്പനും അമ്മയും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലുമാണെങ്കിലും ഇവർ വിചാരിക്കും, ഇത് ഞാൻ ദൈവത്തിന് നേർന്ന പണമല്ലേ, ഇവരുടെ കയ്യിൽ ആ പൈസ ഉള്ളെന്ന് വിചാരിക്കുക, ഖുർബാനാക്കിയ പൈസയേ ഉള്ളൂ. പക്ഷെ ഇവരത് ചെലവാക്കൂല. അപ്പം പരീശന്മാരും ശാസ്ത്രിമാരും എന്ത് പറഞ്ഞെന്നറിയോ? അയ്യോ, അതെടുത്ത് ചെലവാക്കരുത്, അത് ദൈവത്തിന് നേർന്നത്, അപ്പനും അമ്മയൊക്കെ അവിടെ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ദൈവത്തിന് നേർന്നത് ദൈവത്തിന് കൊടുത്തോണം.
യേശു കർത്താവ് ഇതിലെ മണ്ടത്തരവും ഇതിലെ ചതിയും തുറന്നു പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? അങ്ങനെ ദൈവം ചോദിച്ചോ? കർത്താവ് അതാ നമ്മൾ ആ വാക്യം ഒന്ന് വായിച്ചു ചോദിച്ചേ. ഇങ്ങനെ ദൈവവചനത്തെ നിങ്ങൾ ദുർബലമാക്കിയിരിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കിയ ഒരു സമ്പ്രദായ കുർബാൻ എന്ന് പറഞ്ഞ് ദൈവത്തിന് നേരുന്ന നല്ല കാര്യം, പക്ഷെ ദൈവത്തിന് നേർന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കുക, സ്വന്തം സഹോദരൻ പട്ടിണി കിടക്കുമ്പം ഒന്ന് സഹായിക്കോ തിരികെയോ നോക്കുകയോ ചെയ്യാതെ അതുകൊണ്ട് നേർച്ചപ്പെട്ടിയിൽ ഇട്ടിട്ട് ഒരു കാര്യമില്ലെന്ന് സിമ്പിൾ വേഴ്സിൽ പറഞ്ഞാൽ അതിൽ ദൈവം പ്രസാദിക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലാവുന്നുണ്ടോ? സോ പരീശന്മാരും ശാസ്ത്രിമാരും ഇവർക്ക് മനസ്സിലായി ഈ കുർബാനയ്ക്ക് എതിരെ യേശു ഖുർബാൻ ഓക്കെ അങ്ങനെ ദൈവത്തിന് നേർന്നത് എടുത്ത് ഉപയോഗിക്കാം. നിങ്ങളുടെ മാതാപിതാ ഒരാൾക്ക് സഹായം വന്നാൽ എടുത്തു കൊടുക്കുന്നുള്ള രീതി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മതത്തിൻ്റെ അടിത്തറ ഇളകുമെന്നുള്ള ഇവരുടെ പേടിയാണ് അവർ ഓടി വന്നതിൻ്റെ കാര്യം. 100 കിലോമീറ്റർ യാത്ര ചെയ്ത് ഓക്കെ അവർ പഠിപ്പിച്ച ചില നാണയ മാറ്റ ചട്ടങ്ങൾക്കെതിരെ ആ മേശ മറിച്ചിട്ടപ്പോഴാണ് അവർ യേശുവിനെ ക്രൂശിക്കണമെന്ന് തീരുമാനിക്കുന്നത്. പ്രിയമുള്ളവരെ, പരീശന്മാര് ന്യായപ്രമാണം പഠിക്കാൻ തീരുമാനിച്ചവരായിരുന്നു. ശാസ്ത്രിമാര് ഇത് ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ തീരുമാനിച്ചവരായിരുന്നു. പക്ഷേ ചിലപ്പം എത്ര വഞ്ചനയിലേക്കാണ് ഇവർ ജനങ്ങളെ നയിച്ചതെന്ന് യേശു കർത്താവ് സാധാരണ ജനങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. എന്നിട്ട് യേശു കർത്താവ് വായിക്കുന്നു, 7-ാം വാക്യം വായിച്ചു നോക്കിക്കേ. കപട ഭക്തിക്കാരെ, ഭക്തിയുടെ എല്ലാ വേഷവും ഉണ്ട്. 3 നേരമല്ല 6 നേരം വേണമെങ്കിൽ പ്രാർത്ഥിച്ചു കളയും. ഉപവസിക്കേണ്ടതൊക്കെ നീട്ടിപ്പിടിച്ച് ഉപവസിക്കും. ദൈവത്തിന് കൊടുക്കുന്ന എല്ലാം എല്ലാവരെയും കാണിച്ചുകൊണ്ട് ചെയ്യും. ഭക്തിയുടെ എല്ലാ വേഷവും ഉണ്ട്. പക്ഷേ യേശു കർത്താവ് ഇവരെ നോക്കിയിട്ട്, ഞാൻ പറയാണ്, അവിടുന്ന് മഹാപുരോഹിതൻ്റെ അടുക്കേന്ന് വന്ന ആൾക്കാരാണിത്. ആ ശാസ്ത്രിമാരെയും പരീശന്മാരെയും യേശു കർത്താവ് വിളിച്ചു കപട ഭക്തിക്കാരെ. ഈ കപട മുഖം കൊണ്ട് എന്ത് പ്രയോജനം? ഒരു വിധവയുടെ കണ്ണുനീര് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ട് യേശു കർത്താവ് 8-9 വാക്യങ്ങളിൽ പറയുകയാണ്, ഈ ജനം വായിക്കുക, അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ, അതായത് ഈ ട്രഡീഷൻ ഓഫ് ദി എൽഡേഴ്സ് ആചരിച്ച് അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചെടുക്കാം എന്നുള്ള തെറ്റിദ്ധാരണ. പ്രിയമുള്ളവരെ, ഇന്നും ഇതിൻ്റെയൊക്കെ പല വേർഷൻസിൽ കാണാറുണ്ട് അല്ലേ? ദൈവത്തിൻ്റെ നിയമങ്ങളെ ആചരിക്കാൻ എന്നുള്ള പേരിൽ ഓരോ ഭാരങ്ങൾ, ദൈവവചനത്തിൽ അതിനുള്ള പ്രൂഫ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ മനുഷ്യരുടെ മേൽ വെച്ച് മനുഷ്യർക്ക് ദൈവത്തോട് അടുക്കുന്നതിനും ബുദ്ധിമുട്ട്, ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യരെയുള്ള ചൂഷണങ്ങൾ അല്ലേ? അപ്പം യേശു കർത്താവ് പറയാണ്, ഈ ജനം എന്തുകൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു? അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. അത് നമ്മുടെ ഒരു പ്രാർത്ഥനയായിരിക്കട്ടെ. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ആ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ. പലപ്പോഴും നമ്മളിലും ഈ ഹിപ്പോക്രസി കടന്നു വരാം. ഒരു പക്ഷേ ദൈവമേ എല്ലാം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പാട്ട് പാടാം, എന്നെ മുഴുവനും കഴുകണമേ എന്ന് നിന്ന് കൈ ഉയർത്തി പാട്ട് പാടാം. അപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു കുറ്റബോധവും ഇല്ലാതെ നമുക്ക് ആ പാട്ട് പാടാം. ചിലപ്പോൾ ആ ട്യൂൺ കൊണ്ട് നമ്മൾ പാടിപ്പോകാം. പക്ഷെ ഇവിടെ പറയാണ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, പക്ഷേ ഹൃദയം ഒത്തിരി ദൂരെയാണെന്ന്. എന്തൊരു സാഡായിട്ടുള്ള അവസ്ഥയാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് ചർച്ച് ഹോളി വന്നിരിക്കാം, 2-3 മണിക്കൂർ ആരാധനയ്ക്ക് ഇരിക്കാൻ പറ്റും, പക്ഷെ ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റിയില്ലെങ്കിലോ അല്ലേ? അപ്പോൾ 10-ാം വാക്യം നമുക്ക് അവിടെ തൊട്ടൊന്ന് വായിക്കാം. പിന്നെ അവൻ പുരുഷാരത്തെ അഴികെ വിളിച്ച്, യേശുവിന് ചില കാര്യങ്ങൾ പുരുഷാരത്തോട് പറയാനുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, കേട്ട് ഗ്രഹിച്ചു കൊള്ളുവിൻ, മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല. ഓക്കെ, എന്തെങ്കിലും കഴിച്ചതുകൊണ്ടോ അതൊന്നും അല്ല മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. ഇവിടെ ഈ അശുദ്ധി എന്ന് പറയുന്നത് ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ശുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാധിക്കാനുള്ള യോഗ്യത. നേരത്തെ പറഞ്ഞല്ലോ, താമ്രത്തൊട്ടിയിൽ കഴുകി ശുദ്ധി വരുത്തി അങ്ങോട്ട് പോകാൻ. സോ ഒരാളെ ദൈവസന്നിധിയിലേക്ക് വരാനായിട്ട് വായ്ക്കകത്തോട്ട് പോകുന്നതിനൊന്നും അശുദ്ധമാക്കാൻ പറ്റത്തില്ല അല്ലേ? എന്നിട്ട് പറയുകയാണ്, വളരെ നമ്മളെല്ലാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വായ്ക്കകത്ത് ചെല്ലുന്നതല്ല. അടുത്തത് വായിച്ചേ, വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു.
ഇവിടുന്ന് പുറത്തോട്ട് ചാടുന്ന സാധനം മനുഷ്യരെ അശുദ്ധമാക്കും. നേരത്തെ പറഞ്ഞു, നമ്മൾക്ക് വായ്ക്കകത്തോട്ട് പോണതൊന്നും നമ്മളെ ആരാധനയ്ക്ക് ഡിസ്ക്വാളിഫൈഡ് ആക്കുന്നില്ല. പക്ഷെ യേശു കർത്താവ് പറയാണ്, ഈ വായിന്ന് പുറപ്പെടുന്ന സാധനം അശുദ്ധമാക്കും. എന്ത് രീതിയിൽ? ദൈവസന്നിധിയിൽ ചെല്ലാൻ അശുദ്ധമാക്കുമെന്നേ. അതുകൊണ്ടാ യാക്കോബ് അപ്പോസ്തലൻ ഓർപ്പിച്ചത്, ഒരേ വായിൽ നിന്ന് സ്തോത്രവും ശാപവും പുറപ്പെടുന്നത് എങ്ങനെ? ദൈവത്തെ സ്തുതിക്കുന്ന നാവുകൊണ്ട് മറ്റൊരാളെ കുറ്റം പറയാൻ, മറ്റൊരാളെ ക്രൂശിക്കാൻ ശ്രമിക്കാൻ, മറ്റൊരാളെ ചീത്ത പറയാൻ, ഇതൊക്കെ എങ്ങനെയാ സാധിക്കുന്നതെന്ന്. അത് കഴിഞ്ഞാൽ ഉടനെ സ്തോത്രം ചെയ്യാനും പറ്റുക, അത് വളരെ കോൺട്രഡിക്ഷൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോസ്തലൻ പറയുകയാണ്, അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഒരേ ഉറവയിൽ നിന്ന് നല്ലതും ചീത്തയുമായിട്ടുള്ള വെള്ളം വരത്തില്ല. പക്ഷെ അങ്ങനെ വരുമ്പോഴാണ് അതിനെ യേശു കർത്താവ് വിളിച്ചത് കപടഭക്തി. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. എന്നിട്ട് അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. അപ്പോൾ 12-ാം വാക്യം, അപ്പോൾ ശിഷ്യന്മാർ അടുക്ക വന്നു. ശിഷ്യന്മാരോട് യേശു കർത്താവ് സംസാരിക്കുന്നു. പറഞ്ഞു, പരീശന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്നറിയുന്നു. യേശു കർത്താവ് ഇതേ വന്നവർക്കെല്ലാം ഭയങ്കര ദേഷ്യമായി എന്ന് പറഞ്ഞപ്പം യേശു കർത്താവ് പറയുന്നു, അതിനവൻ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും, അവരെ വിടുവേൻ. അവർ കുരുടന്മാരായ വഴികാട്ടികൾ അത്രേ. കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിൻ്റെ ന്യായപ്രമാണമാണ് അവർ പഠിപ്പിക്കുന്നതെന്ന് അവർ ചിന്തിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കര കറക്റ്റായിട്ട് പഠിപ്പിക്കുക, മെമ്മറൈസ് ചെയ്ത് പഠിപ്പിക്കുക അവർ. പക്ഷേ അത് ജീവിതത്തിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലോട്ട് വരുമ്പം ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കാതെ കുരുടരെ വഴി കാട്ടുന്നു അല്ലേ, ഇവർക്കും മനസ്സിലാകുന്നില്ല. അതുപോലെ ഒരു ജനസമൂഹത്തെയും കൂടെ ഇതിലോട്ട് കൊണ്ട് കുരുടരെ വഴികാട്ടിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ കർത്താവ് പറയാണ്. എന്ത് സങ്കടകരമായ അവസ്ഥ, വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് ഉത്തരം പറഞ്ഞു. പക്ഷെ ഞാൻ പറയട്ടെ, ഇത് നമ്മൾ പരീശന്മാർക്ക് സംഭവിച്ച, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണെന്നേ. മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിൻ്റെ ഇടയിൽ ഒന്ന് സ്വയം ശോധന ചെയ്യാൻ നമ്മൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പം യേശു കർത്താവ് പറഞ്ഞു കൊടുക്കുക, പത്രോസ് അവനോട്, ആ ഉപമ ഞങ്ങൾക്ക് തെളിയിച്ചു തരണമെന്ന് പറഞ്ഞു. 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാമേ. എല്ലാവരും ഒരുമിച്ച് വായിക്കുക. യേശു കർത്താവ് അത് തെളിച്ചു കൊടുക്കുകയാണ്. അതിനവൻ പറഞ്ഞത്, നിങ്ങളും ഇന്നുവരെ ബോധമില്ലാത്തവരോ? വായ്ക്കകത്ത് കടക്കുന്നതെല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നു. ക്ലിയർ ആയല്ലോ? വായിൽ പോയ സാധനം ദഹിച്ചു കഴിഞ്ഞാൽ അത് പോകേണ്ട സ്ഥാനത്തോട്ട് പോകുന്നു അല്ലേ എന്ന് ഗ്രഹിക്കുന്നില്ലയോ? വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാവോ? നമ്മുടെ വായ്ക്കകത്തോട്ട് നമ്മൾ ഇട്ട സാധനം ഉണ്ടല്ലോ, അത് പോകേണ്ട സ്ഥാനത്ത് മറപ്പുരയിലേക്ക് അത് പൊക്കോളും. പക്ഷേ ഈ വായിൽ നിന്ന് പുറത്തു വരുന്ന സാധനം അതിൻ്റെ ഉറവിട അകത്ത് തന്നെ കടക്കുക. അത് വിഷമായിട്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന ദ്രോഹം ഒന്ന് ആലോചിച്ച് നോക്കിയേ. വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ എന്തൊക്കെയാണെന്നറിയാമോ? ഹൃദയത്തിൽ കൂടിയിരിക്കാനുള്ള സാധ്യതകളുള്ള സാധനങ്ങൾ യേശു കർത്താവ് ഒരു ലിസ്റ്റ് പറയുകയാണ്. ദുശ്ചിന്ത, തെറ്റായിട്ടുള്ള ഏത് രീതിയിലുള്ള ചിന്തകളെ, മനുഷ്യരെ ദ്രോഹിക്കാനുള്ള ചിന്ത, ചതിക്കാനുള്ള ചിന്ത, എങ്ങനെ പറ്റിക്കണമെന്നുള്ള ചിന്ത, മറ്റുള്ളവരുടേത് എങ്ങനെ സ്വന്തമാക്കണമെന്ന ചിന്ത എല്ലാം വരും അല്ലേ. ദുശ്ചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. ഒരാളോട് ഉള്ളിൽ പകയുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലാണെന്നറിയാം അത് പുറത്തു വരിക. പല രീതിയിൽ ഇത് വരാം. യേശു കർത്താവ് പറയാം, നിങ്ങൾക്ക് ബോധമില്ലേ മനസ്സിലാക്കാൻ? വയറ്റിലോട്ട് പോയ ഒരു സാധനം അത് പുറത്തോട്ട് പോയി, പക്ഷെ അകത്ത് ഈ സാധനം കിടക്കുമ്പം ഓരോ പ്രാവശ്യവും ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മനുഷ്യരെ അശുദ്ധരാക്കുകയാണ്, സ്വയം അശുദ്ധരാകുകയാണ്. അപ്പം തന്നെ അത് പോയിട്ട് മറ്റുള്ളവരെയും കൂടെ കേട്ട ആൾക്കാർ വേദനിപ്പിക്കുന്ന രീതിയിലാണ്. ഇത്
അതൊരു ഒരു തീ പോലെ അല്ലേ യാക്കോബ് പറയുന്നത് പോലെ. എന്നിട്ട് പറയാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇത് അത്രേ, കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. ഞാൻ യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ഒരു ഭാഗം വായിച്ചു കേൾപ്പിക്കാമേ. 4:8. അത് സഭകൾക്ക് എഴുതുന്ന ലേഖനത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ്. ഇങ്ങനെയാ പറയുന്നത്: ദൈവത്തോട് അടുത്ത് ചെല്ലുവേൻ. ജനങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്, ദൈവത്തോട് അടുത്ത് വാ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ. ഓർമ്മയുണ്ടോ? താമ്രത്തൊട്ടി, താമ്രക്കാല്, കൈകളെ വെടിപ്പാക്കണം. ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായിട്ട് കടന്നു വരുന്നതിന് മുമ്പ് സമാഗമന കൂടാരത്തിൽ പുരോഹിതന്മാരിൽ കൂടെ കാണിച്ചു കൊടുത്തു, ഒരു സ്വയം ശോധന ചെയ്തിട്ട് വാ. അത് ആരാധിക്കാൻ വരുമ്പോൾ മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു റൊട്ടീനാകേണ്ട കാര്യമാണ്. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ. പലപ്പോഴും അന്യം നിന്ന് പോകുന്ന ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് ദൈവസന്നിധി വരുമ്പോൾ വളരെ സന്തോഷം, പക്ഷേ ഒരു സെൽഫ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ ഹാർട്ട്, കർത്താവെ ഞാൻ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ളൊരു അനുതാപം, ഇതൊന്നുമില്ലെങ്കിൽ പറയുകയാണ്, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവേൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. എനിക്ക് പാപത്തെ ഏറ്റുപറഞ്ഞിട്ട് നാളുകളായെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കണം. നമുക്ക് ആ ഒരു ബോധമില്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവാൻ, നമ്മളുടെ അനുദിന ജീവിതത്തിൽ ഈ ശുദ്ധീകരണ സ്വഭാവം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? ആ സെൽഫ് എക്സാമിനേഷൻ, ദൈവസന്നിധിയിൽ താഴ്ന്ന സ്വഭാവം. എൻ്റെ ദൈവമേ, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്, ഓ ഗോഡ്. എൻ്റെ ദൈവമേ, ഒരു നല്ല ഹൃദയം എന്നിൽ സൃഷ്ടിച്ചു തരണേ. കർത്താവ് അതാ പഠിപ്പിച്ചത്. ഇത് നമ്മളെ വലിയൊരു സത്യം ഓർപ്പിക്കുന്നത്. ക്ലീൻ ഹാൻഡ്സ്, സോ കോൾഡ് റിച്വലി ക്ലീൻ ഹാൻഡ്സിന് ഉള്ളവയായിട്ട് വരാൻ സാധിക്കും. പക്ഷെ നമുക്ക് നല്ല ഡേർട്ടി ആയിട്ടുള്ള ഹൃദയവുമായിട്ട്, പരീശന്മാർക്ക് പറ്റിയതുപോലെ, യേശുവിൻ്റെ അടുക്കൽ വന്ന ആ കൂട്ടം പരീശന്മാർക്ക് പറ്റിയതുപോലെ, ഓക്കെ, ഞാൻ എടുത്തു പറയട്ടെ. പക്ഷേ ക്ലീൻ ഹാൻഡ്സിനേക്കാളും പ്രധാനമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞു, ക്ലീൻ ഹാർട്ട്. നമ്മളുടെ ജീവിതത്തിൽ ചോദ്യം ഇതായിരിക്കും, പലപ്പോഴും നമ്മൾ ക്ലീൻ ഹാൻഡ്സ് ആക്കാൻ ഭയങ്കര ബദ്ധപ്പാടിലാണ്, പുറമേ എല്ലാം നല്ലതാക്കാൻ. ബട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ചോദിക്കണം. 1 കൊരിന്ത്യർ 11 കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ, അല്ലെ കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ സംസാരിക്കുമ്പോൾ 27-29 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. ഇതൊരു പ്രാക്ടീസാണ്. ക്രിസ്ത്യാനിറ്റിയിലെ തുടക്കം മുതലുള്ള മനുഷ്യൻ എങ്ങനെ ശോധന ചെയ്യണം, അടുത്തുള്ളവരെയൊക്കെ ശോധന ചെയ്യുന്നതൊക്കെ തൽക്കാലം നിർത്തി വെച്ചിട്ട്, കർത്താവ് പഠിച്ച പോലെ അടുത്തുള്ളവൻ്റെ കണ്ണിലെ കരടെടുക്കാൻ പോണതിന് മുമ്പ് സ്വന്തം കണ്ണിലെ കോലെടുക്കാൻ പഠിക്കണം. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുവാൻ. ഓരോ പ്രാവശ്യവും അത് ഓർക്കുക. നമ്മൾ കർത്തൃമേശ അനുഭവിക്കാൻ വരുമ്പോൾ മാത്രമല്ല കേട്ടോ, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഈ ഭാഗത്ത് എടുത്തു പറഞ്ഞിരിക്കുകയാണ്, ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ, അല്ലേ? നമ്മൾ കർത്താവെ, അങ്ങയോട് ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരണമേ. മനസ്സിലായി കഴിയുമ്പോൾ റിപ്പൻറ്റ് ചെയ്യുക. മനുഷ്യരോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ അത് നിരപ്പാകേണ്ടത് നിരപ്പാകുക. ഓക്കെ, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ, നമ്മൾ ആ ശോധന ചെയ്യാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല അല്ലേ, ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യും. സോ സെൽഫ് എക്സാമിനേഷൻ. അതുകൊണ്ടാണ് താമ്രത്തൊട്ടിയിൽ കൈ കഴുകിയിട്ട് പോകാനായിട്ട് പറയുന്നത്, വളരെ സൂക്ഷിച്ച് കയറാൻ പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് അതൊരു റിമൈൻഡറാണ്. കർത്താവെ, ദൈവസന്നിധിയിൽ വരുമ്പോൾ ക്ലീൻ ഹാൻഡ്സ് ഉണ്ടോ എന്ന് പരീശന്മാർ ചെയ്ത പോലെ നോക്കുന്നതിലുപരി എൻ്റെ ഹൃദയം ക്ലീൻ ആണോ എന്നൊന്ന് നോക്കാൻ, അല്ലേ? അശുദ്ധമായിട്ടുള്ളത് സ്വീകരിക്കാൻ സാധിക്കാത്ത കർത്താവ്, അല്ലേ? കർത്താവ് പറയുക, ദൈവസന്നിധിയിലോട്ട് അടുത്തു വാ, ദൈവത്തിൻ്റെ അടുത്തോട്ട് വാ. പാപികളെ
കൈകളെ കഴുകിക്കൊണ്ട് അടുത്തോട്ട് വാ, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഓരോ പ്രാവശ്യവും ജീവിതത്തിൻ്റെ ഒരു ഡിസിപ്ലിനായി മാറുവാൻ സെൽഫ് എക്സാമിനേഷൻ എല്ലാവർക്കും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.